കേരളം കണ്ട ഏറ്റവും വലിയൊരു നവോത്ഥാന നായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവായിരിക്കും. ഈ കാലഘട്ടത്തിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കേരളത്തിൻ്റെ ഈ തല തൊട്ട് ആ തല വരെ യാത്ര ചെയ്യുന്ന, ഒരുപാട് പ്രായം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രായത്തിലും യുവത്വം നിറഞ്ഞ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയത്തിൻ്റെ, സമാധാനത്തിൻ്റെ മനസ്സുമായി യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദാണെന്ന് ഈ കേരള യാത്രയിലെ ഓരോ നിമിഷങ്ങൾ കാണുമ്പോഴും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കേരളയാത്രയിലെ ക്ലാസ്സുകളോ പ്രസംഗങ്ങളോ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മനുഷ്യർക്കൊപ്പം എന്ന ഒരു നിർവചനം എന്നെ പലപ്പോഴായിട്ട് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. സ്വന്തം മതത്തിലോ സംഘടനയിലോ പെട്ട ഒരാൾ ഒരു അനീതി ചെയ്താൽ അതിൽ നീതി ലഭിക്കേണ്ട ആൾ മറ്റൊരു സംഘടനയിലോ മതത്തിലോ പെട്ടാണെങ്കിൽ ആ അനീതിക്കൊപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇന്ന് ആൾക്കാർ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. നീതിയെ ഇട്ട് അമ്മാനമാടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചോദ്യം ചെയ്യാനും, നന്മ ചെയ്തത് മറ്റൊരാണെങ്കിൽ അവർക്ക് അവരുടെ കൂടെ നിൽക്കാനും പ്രേരിപ്പിക്കുന്നൊരു മനസ്സ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കാര്യം മനുഷ്യർ നോക്കേണ്ട കാര്യമല്ല. ദൈവം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ എന്തിന് അസ്വസ്ഥരാവണം, എന്തിന് തർക്കിക്കണം? പക്ഷേ മനുഷ്യൻ്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ദൈവം നിയോഗിച്ചത് മനുഷ്യരെയാണ്. പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് സംഘടനയിലും പെട്ടവരാവട്ടെ, അവർക്ക് താങ്ങാവാൻ, തണലാവാൻ, മനുഷ്യർക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധ്യമാവണം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊരു സഹോദരി തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടപ്പോൾ ഈ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഉസ്താദിനെ നമ്മൾ കണ്ടതാണ്. അവർ ഏത് സംഘടനയാണ്, ഏത് മതമാണ്, രാഷ്ട്രീയമാണ് എന്നല്ല നോക്കിയത്, അവർ മനുഷ്യരാണ് എന്നുള്ളതാണ് നോക്കിയത്. ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് അവരുടെ ജാതിയും മതവും നോക്കാതെ സഹായിക്കാൻ നമുക്കും സാധ്യമാവണം. മനുഷ്യർക്കൊപ്പം നമ്മൾ നിലയുറപ്പിക്കണം.